നിങ്ങൾ യഥാർത്ഥത്തിൽ പറഞ്ഞു നിങ്ങൾ ഇടതുപക്ഷക്കാരാണെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇടതുപക്ഷക്കാരെന്ന് പറയുമ്പം എന്താണ് ഇസ്ലാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റൈറ്റ് വിങ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. അതൊരു പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അത് ഇറ്റ്സെൽഫ് ടെററിസമാണ്, ഇറ്റ്സെൽഫ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ നിങ്ങൾ അത് ടെററിസവും പൊളിറ്റിക്കൽ സിസ്റ്റവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെമ്പാടും. നിങ്ങൾക്ക് ഈ ലോകത്തെമ്പാടും ഇത് ടെററിസമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അവരോട് ഈ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, അത്തരം ടെററിസ്റ്റുകൾക്ക്, അത്തരം ഹമാസിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ പോയി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഞാൻ നിങ്ങളൊരു വീഡിയോ കാണിക്കാം, അതിനുശേഷം നമുക്ക് സംസാരം തുടരാം. ഈ വീഡിയോ എവിടുന്ന് ആണ് കേൾക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ട മുദ്രാവാക്യം എന്ന് പറഞ്ഞ സാമ്രാജ്യത്വം നശിക്കട്ടെ റിവർ ടു സി മുദ്രാവാക്യമാണ്. റിവർ ടു സി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെ അബോളിഷ് ചെയ്യുക എന്ന ഹമാസിന്റെ മുദ്രാവാക്യമാണ് റിവർ ടു സി എന്നുള്ളത്. ആ റിവർ ടു സി മുദ്രാവാക്യമാണ് CPM ഒരു വലിയ നേതാവ് വിളിച്ചത്. എന്താണ് ഈ റിവർ ടു സി എന്ന് ചോദിച്ചാൽ, അത് മെഡിറ്ററേനിയൻ കടലിനും അതുപോലെ തന്നെ ഗലീലിയ നദിക്കും ഇടയിലുള്ള പ്രദേശങ്ങൾ പൂർണ്ണമായും ഹമാസിൻ്റെതാണ് എന്നാണ്, അത് അള്ളാഹുവിന്റെ വഖഫ് ലാൻഡാണ് എന്നാണ് ഹമാസ് മുമ്പോട്ട് വെച്ചിട്ടുള്ളത്. ഹമാസ് പറയുന്ന ഹമാസിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ, അവരുടെ ചാർട്ടറിൽ, അവരുടെ ഡിക്ലറേഷനിൽ ആദ്യം എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായി ഒബിൽട്രേറ്റ് ചെയ്ത് ഇസ്ലാം അവിടെ അധികാരം സ്ഥാപിക്കും, ശരിയായവരുടെ അടിസ്ഥാനത്തിൽ അധികാരം സ്ഥാപിക്കുന്നു. അപ്പൊ അങ്ങനെ ഉള്ള മുദ്രാവാക്യം ഉയർത്തുന്ന ഹമാസ് പോലുള്ള ടെറർ ഓർഗനൈസേഷനെ ആണ് CPM എന്ന് പറഞ്ഞ പാർട്ടി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് പാലസ്തീനികൾക്ക് വേണ്ടി അവർ ഉയർത്തുന്ന മുദ്രാവാക്യമോ, ടു സ്റ്റേറ്റ് സൊല്യൂഷന് വേണ്ടിയോ, പാലസ്തീൻ രാഷ്ട്രം ഉണ്ടാകുന്നതിന് വേണ്ടിയോ ഒക്കെ ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളെ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. മറിച്ച് ഹമാസ് എന്ന് പറയുന്നത് ഇസ്രായേലിനെ പൂർണ്ണമായി ഒബിൽട്രേറ്റ് ചെയ്ത് അവിടെ ഒരു ശരിയായ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രം സ്ഥാപിച്ച് അവിടെ ജീവിക്കുന്ന യഹൂദനോട് ജസിയ മേടിച്ച് അവിടെ ഇസ്ലാമിക ടാക്സ്, എക്സ്ട്രാ ടാക്സ് ഫ്രം നോൺ ഇസ്ലാമിക് പീപ്പിൾ, അതാണ് ഈ ജസിയ എന്ന് പറയുന്നത്. അത് മേടിച്ച് അവിടെ അടിമയായി ജീവിക്കാൻ ജൂതനെ വിധിക്കപ്പെടണം. അങ്ങനെ വിധിക്കപ്പെടേണ്ടവരാണ്. ഞങ്ങളുടെ ഖുറാന്റെ അടിസ്ഥാനത്തിലും ഞങ്ങളുടെ മുഹമ്മദിന്റെ വാക്കുകളിലും അവിടെ ഇസ്രായേലിൽ നിന്ന് പൂർണ്ണമായി വൈപ്പ് ഓഫ് ചെയ്യേണ്ട ഒരു വിഭാഗമാണ് യഹൂദൻ എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ മുദ്രാവാക്യമാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെടുത്ത് വിളിച്ചിരിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളെ വേറൊരു വീഡിയോ കാണിക്കാം. അതിൻ്റെ അകത്ത് ബിൽ ക്ലിന്റൺ എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി, അതായത് ഈ ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് പരിഹരിക്കാൻ ശ്രമിച്ച നേതാവ് എന്ന് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ നിങ്ങളൊന്ന് കേൾക്കുക. ഞാൻ അതിനുശേഷം വിശദമായിട്ട് അതിനെപ്പറ്റി പറയാം. It isn't how many we've had to kill, because Hamas makes that they're shielded by civilians. That'll force you to kill civilians if you want to defend yourself. And look, I worked on this hard. And the only time Yasser Arafat didn't tell me the truth was when he promised me he was going to accept the peace deal that we had worked out, which would have given the Palestinians a state on 96% of the West Bank and 4% of Israel, and they got to choose where the 4% of Israel was. So they would have the effect of the same land of all the West Bank. They'd have a capital in East Jerusalem. They would have I can hardly talk about this. And they would have equal access all day, every day, to
to the security towers that Israel maintained all through the West Bank up to the Golden House. All of this was offered, including, I will say it again, a capital in East Jerusalem and 2 of the 4 quadrants of the old city of Jerusalem, confirmed by the Israeli Prime Minister Ehud Barak and his cabinet. And they said no. And I think part of it is that Hamas did not care about a homeland for the Palestinians. They wanted to kill Israelis and make Israel uninhabitable. Well, I got news for them. They were there first, before there was. അത് മതി. ഈ ബിൽ ക്ലിന്റൺ എന്ന് പറഞ്ഞ ആള് 1993 മുതൽ 2001 വരെ അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. ഇദ്ദേഹമാണ് ഈ ക്യാമ്പ് ഡേവിഡ് എഗ്രിമെന്റ് ഒപ്പിട്ടത്. അതായത് പാലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാൻ യാസർ അറാബത്തും ഇസഹാക്ക് റബീൻ എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്ററുമായിട്ട് 1994. അതിനുശേഷം റബീൻ കൊല്ലപ്പെട്ടു. പിന്നീട് 1999 വന്ന പ്രൈം മിനിസ്റ്ററാണ് യഹൂദ് ബറാക്ക്. ഈ യഹൂദ് ബറാക്കും ഇദ്ദേഹവുമായി ഈ ബിൽ ക്ലിന്റണും അതുപോലെ തന്നെ ഈ പാലസ്തീൻ അതോറിറ്റിയുടെ ചെയർമാനായിട്ടുള്ള യാസർ അറാബത്തുമായിട്ടുണ്ടാക്കിയ എഗ്രിമെന്റിനെ പറ്റിയാണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് യഹൂദ ബാറക്ക് എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ക്യാബിനറ്റ് അപ്രൂവലോട് കൂടി ഈ 96% പാലസ്തീൻ പ്രദേശങ്ങൾ പൂർണ്ണമായി പാലസ്തീൻകാർക്ക് വിട്ടുകൊടുക്കാമെന്നും ഉള്ളിൽ 4% മാത്രം ഈ ഇസ്രായേൽ വെച്ചുകൊണ്ട് ബാക്കി വിട്ടുകൊടുക്കാമെന്നും ജെറുസലേം എന്ന് പറയുന്ന, അതായത് യഹൂദന് ഒരിക്കലും സമ്മതിക്കാത്ത കാര്യമാണ്. ഒരിക്കലും ആ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്ന കാര്യമല്ല. കാരണം യഹൂദന് ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമാണ് ഈ ജെറുസലേം ഡിവൈഡ് ചെയ്യാന്ന് പറയുന്നത്. 4 ക്വാർട്ടറായിട്ടാണ് ജെറുസലേം പട്ടണം, അതായത് ജെറുസലേം പട്ടണം തിരിച്ചിരിക്കുന്നത്. പഴയ ഓൾഡ് ജെറുസലേം എന്ന് പറയുന്നത്. അതിന്റെ 2 ഭാഗം, അതായത് പകുതി ഭാഗം പാലസ്തീന് കൊടുക്കാമെന്നും അവിടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് പ്രവർത്തിക്കാമെന്നും സമ്മതിച്ചിരുന്നെന്നും ഇസ്രായേൽ അതിന്റെ മുഴുവൻ സെക്യൂരിറ്റി നോക്കിക്കൊള്ളാമെന്നും സമ്മതിച്ചിരുന്നു ആണ് ഇദ്ദേഹം പറയുന്നത്. പക്ഷേ ഹമാസിന് വേണ്ടത് ഇസ്രായേലിനെ മുഴുവൻ ഇല്ലായ്മ, അവിടെ ഉള്ള മുഴുവൻ ഇൻഹെബിറ്റൻസിനെയും ഇല്ലായ്മ, അവിടെയുള്ള മുഴുവൻ മനുഷ്യരെയും ഇല്ലായ്മ എന്നുള്ളതാണ്. ദേ വാണ്ട് ടു കിൽ ഇസ്രായേൽ ആൻഡ് മേക്ക് ഇസ്രായേൽ അൺഇൻഹെബിറ്റബിൾ എന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അവിടെ മനുഷ്യതാമസം ഇല്ലാത്തതാക്കി മുഴുവൻ ആളുകളെ ഇല്ലാതെയാക്കുക എന്നുള്ളതായിരുന്നു ഈ പറയുന്ന പാലസ്തീന് വേണ്ടത്. അല്ലാതെ അദ്ദേഹം പറഞ്ഞ പാലസ്തീൻ സ്റ്റേറ്റിനെ പറ്റി ഹമാസിന് യാതൊരുവിധ ചിന്തയില്ല. പാലസ്തീൻ ജനങ്ങളെ പറ്റി ഹമാസിന് ചിന്തയില്ല. അവരെ വെറും ഹ്യൂമൻ ഷീൽഡ് ആക്കിക്കൊണ്ട് ഈ പറഞ്ഞ ഇസ്രായേലിനെ ഡിസ്ട്രോയ് ചെയ്യുക, ഇസ്രായേലിനെ നശിപ്പിക്കുക, അവിടുത്തെ മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കുക, അത് മതത്തിന്റെ പേരിൽ കൊന്നൊടുക്കുക എന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ആശയവും ഈ ഹമാസിനില്ല. ഹമാസിന് ഈ പറഞ്ഞ പാലസ്തീൻ അതോറിറ്റിയായിട്ട് പല ഘട്ടത്തിലും വന്ന എഗ്രിമെന്റുകൾ, ഇപ്പം നമുക്കറിയാം ഇസഹാക്ക് റാബിൻ കൊല്ലപ്പെടാൻ കാരണം തന്നെ ഈ പറഞ്ഞ എഗ്രിമെന്റ്, അതായത് പാലസ്തീനുമായിട്ടൊരു എഗ്രിമെന്റ് വെക്കുകയും അതിനുശേഷം പീസ് എഗ്രിമെന്റ് വെച്ചതിന് ശേഷം ഇസ്രായേലിനകത്ത് 5ഓളം ടെറർ അറ്റാക്കുകൾ ഹമാസ് നടത്തുകയും ചെയ്തു. അത് പരിണിത ഫലമായിട്ടാണ് ഇസഹാക്ക് റബീൻ കൊല്ലപ്പെടേണ്ടി വന്നത്. അതിനുശേഷം പിന്നീട് വന്ന ഏരിയൽ ഷരോൺ വന്നു. അതിനുശേഷം പിന്നീട് വന്നയാളാണ് ഈ ബെഞ്ചമിൻ നെതന്യാഹുവിന് ശേഷം വന്നയാളാണ് ഈ യഹൂദ് ബറാക്ക് എന്ന് പറയുന്നത്. ഈ യഹൂദ് ബറാക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചു, ഇസഹാക്ക് റബീൻ ശ്രമിച്ചു. ഇവരെല്ലാം പരാജയപ്പെട്ടതിന് കാരണം ഈ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദി പ്രസ്ഥാനത്തിന്റെ ഇസ്ലാമിക് ആശയമാണ്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള ഒരു മതങ്ങളെയും അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല, പ്രത്യേകിച്ച് യഹൂദനെ. കാരണം യഹൂദനെ കൊന്നൊടുക്കുക, യഹൂദനുമായി സൗഹൃദം, യഹൂദനും ക്രിസ്ത്യാനിയായിട്ട് സൗഹൃദം ഉണ്ടായിരിക്കുക, യഹൂദനെ ഈ പറയുന്ന ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന്, മധ്യപൂർവ്വദേശത്ത് നിന്ന് ഒഴിവാക്കുക. ഈ പറയുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഹിഡൻ അജണ്ട വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രവർത്തിക്കുന്നത്. ഞാനല്ല പറയുന്നത്, ബിൽ ക്ലിന്റൺ ആണ് പറയുന്നത്. അതായത് ബിൽ ക്ലിന്റൺ പറഞ്ഞതനുസരിച്ച് വേറൊരു കാര്യം കൂടെ ബിൽ ക്ലിന്റൺ പറഞ്ഞു. ഈ 2 പാർട്ടിയുണ്ട് ഈ വീഡിയോയിൽ. ഞാൻ ഈ വീഡിയോ എന്റെ അടിയിൽ കമന്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ബിൽ ക്ലിന്റൺ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ 1947 ഇസ്രായേൽ രാജ്യം ഉണ്ടാകുമ്പോൾ അവിടെ 2 തരം പൊളിറ്റിക്കൽ പാർട്ടികൾക്കുണ്ടായിരുന്നു, ആശയങ്ങളുണ്ടായിരുന്നു. ആ പൊളിറ്റിക്കൽ പാർട്ടികളുടെ 2 ആശയങ്ങളിൽ ഒരു വിഭാഗം ലേബറിനെ നയിച്ചത് ബെൻ ഗുരിയനാണ്. ഈ ബെൻ ഗുരിയൻ അതുപോലെ തന്നെ ലിക്വിഡ് പാർട്ടിക്ക് വേറെ നിലപാടുകളുണ്ടായിരുന്നു. ലിക്വിഡ് പാർട്ടിക്ക് ഈ ഭൂപ്രദേശം മുഴുവൻ അവരുടേതാക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ആശയം എന്ന് പറയുന്നത്. മറിച്ച് ബെൻ ഗുരിയൻ പറഞ്ഞു, യുണൈറ്റഡ് നാഷണൽ ഓർഗനൈസേഷൻ നമുക്ക് അനുവദിച്ചു വന്ന സ്ഥലം
നമ്മൾ ഏറ്റെടുത്ത് അവിടെ വി വിൽ മേക്ക് എ ഗാർഡൻ ഇൻ ദ ഡിസേർട്ട് എന്നാണ് പറഞ്ഞത്. അതായത് ഈ നമ്മൾ ഈ ഗാർഡനെ മുഴുവൻ ഈ ഡിസേർട്ട് മുഴുവൻ, അതായത് ഈ മരുഭൂമി മുഴുവൻ നമ്മൾ ഗാർഡൻ ആക്കി എടുക്കും, അവിടെയെല്ലാം കൃഷിഭൂമിയാക്കി മാറ്റി നമ്മളതിനെ സമ്പന്നമാക്കി എടുക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആ യുണൈറ്റഡ് നേഷൻസ് കൊടുത്ത രാഷ്ട്രം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അന്ന് മുതൽ, അതായത് യുണൈറ്റഡ് നാഷണൽ അതേപോലെ തന്നെ ഭൂരിപക്ഷം വളരെ ഫെർട്ടൈൽ ലാൻഡ്, വളരെ നന്നായിട്ട് കൃഷിയോഗ്യമായ സ്ഥലം ഈ പാലസ്തീൻകാർക്ക് കൊടുത്തിട്ടും അവരത് ഏറ്റെടുത്തില്ലെന്ന് മാത്രമല്ല, അവർ ഇസ്രായേലിനെ അന്നു മുതൽ ഈ മുഹമ്മദിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുക. ഈ മുഹമ്മദിന്റെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഇസ്രായേലിനെ എന്നെല്ലാം ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിച്ചോ, ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവര് പോയി ഈ പ്രസംഗത്തിൽ, ഈ ബിൽ ക്ലിന്റന്റെ പ്രസംഗത്തിൽ അദ്ദേഹം ഈ കിബൂട്ട്സിലെ താമസിക്കുന്ന മനുഷ്യരുടെ മാനസികാവസ്ഥയെ പറ്റി പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഈ കിബൂട്ട്സിൽ താമസിക്കുന്ന ഇസ്രായേലീസിനും അതോടൊപ്പം തന്നെ തൊട്ടപ്പുറം താമസിക്കുന്ന പാലസ്തീൻകാർക്കും യഥാർത്ഥത്തിൽ വളരെ പീസ്ഫുൾ ആയിട്ടുള്ള മനുഷ്യരാണ്. അവർ ശാന്തമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അവർ 2 സ്റ്റേറ്റ് സൊല്യൂഷനെ അംഗീകരിക്കുന്നവരാണ് ഇത് രണ്ടും എന്നാണ് പറഞ്ഞത്. പക്ഷെ സംഭവിച്ചതെന്ന് വെച്ചാൽ അവിടെ നിന്ന് കുറെ അകലെ കിടക്കുന്ന ഈ ഹമാസിന്റെ ആളുകൾ വന്ന് ഈ കിബൂട്ട്സിൽ താമസിക്കുന്ന ആളുകളെ കൊന്നൊടുക്കുകയും അവിടെ മുഴുവൻ കശാപ്പ് നടത്തുകയും ചെയ്തിട്ടുകൂടി സംഭവിച്ചെന്ന് വെച്ചാൽ ഇസ്രായേലിലെ റൈറ്റ് വിംഗ് പൊളിറ്റീഷ്യൻസിന് വളരെ കൃത്യമായിട്ടുള്ള സാധ്യതകൾ വികസിച്ച് കിട്ടുകയും ആ സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഹമാസിനെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യാനും ഉള്ള സാധ്യതയുണ്ട്. ഇനി അവിടെ ഈ പറയുന്ന പാലസ്തീനികൾക്ക് അവിടെ ജീവിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല ഉള്ളത്. കാരണം 96% മുകളിലുള്ള ബിൽഡിങ്ങുകൾ നശിച്ചു, അവിടെ വാട്ടർ സിസ്റ്റം നശിച്ചു, അവരുടെ ഇലക്ട്രിസിറ്റി സപ്ലൈ നശിച്ചു, അതുപോലെ അവിടെ ജീവിക്കാൻ ഒരു വീട് പോലും ഇല്ലാത്ത അവസ്ഥയായി. ഇനി ഇതിനെ റീകൺസ്ട്രക്ട് ചെയ്യുകയും അതുപോലെ തന്നെ വീണ്ടും അവിടെ താമസിക്കാമെന്നുള്ള സ്വപ്നങ്ങൾ പോലും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പൊ വേണമെങ്കിൽ പറയുന്നത് ഈജിപ്തിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊള്ളൂ, അല്ലെങ്കിൽ ജോർദാനിലേക്ക് വേണമെങ്കിൽ ഇപ്പോൾ കൊള്ളൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഹമാസ് ഇവരെ ഈ പറയുന്ന 59 ഓളം വരുന്ന ഹോസ്റ്റേജസ് ഇനിയും ഹമാസിന്റെ കയ്യിലുണ്ട്, മരിച്ചതും ജീവിച്ചതും ഒക്കെ ആയിട്ട്. അത് വിട്ടുകൊടുക്കാതെ ഇസ്രായേൽ ഒരു തരത്തിലും യുദ്ധം പോലും അവസാനിപ്പിക്കില്ല. അതിനുപരി ഈ വിട്ടുകൊടുത്താലും ഈ ഹമാസിനെ ഡീമിലിറ്ററൈസ് ചെയ്യാതെ ഒരിക്കൽ പോലും ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കില്ലെന്ന് തെളിഞ്ഞു. കാരണം ഈ കിബൂട്ട്സ് ആക്രമണത്തിലൂടെ ഈ 1500ഓളം ആളുകളെ കൊല്ലുകയും 250 വരെ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തതിലൂടെ സംഭവിച്ചത് ഇസ്രായേലിന് ഒരു ഫ്രീ ഹാൻഡ് ലോകത്തിന് മുമ്പ് കിട്ടി ഇവരെ ആക്രമിക്കാൻ. ആ സാധ്യത അവിടുത്തെ റൈറ്റ് വിംഗ് രാഷ്ട്രീയം അതിശക്തമായി മുതലെടുത്തു. ഈ റൈറ്റ് വിംഗ് രാഷ്ട്രീയം മുതലെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ ആക്രമണം നടന്നത്. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരോട് പറയാനുള്ളത്, നിങ്ങൾ യഥാർത്ഥത്തിൽ പറയുന്നത് നിങ്ങൾ ഇടതുപക്ഷക്കാരാണെന്നല്ല പറയുന്നത്. നിങ്ങൾ ഇടതുപക്ഷക്കാരെന്ന് പറയുമ്പം എന്താണ് ഇസ്ലാം എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇസ്ലാം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ റൈറ്റ് വിംഗ് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. അത് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. അത് ഇറ്റ്സെൽഫ് ടെററിസമാണ്, ഇറ്റ്സെൽഫ് പൊളിറ്റിക്കൽ സിസ്റ്റമാണ്. ആ പൊളിറ്റിക്കൽ സിസ്റ്റത്തെ അത് ടെററിസവും പൊളിറ്റിക്കൽ സിസ്റ്റവുമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ലോകത്തെമ്പാടും. ഇപ്പൊ നിങ്ങൾക്ക് ഈ ലോകത്തെമ്പാടും ഇത് ടെററിസമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അവരോട് ഈ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ, അത്തരം ടെററിസ്റ്റുകൾക്ക്, അത്തരം ഹമാസിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ഇടതുപക്ഷ രാഷ്ട്രീയം എവിടെ പോയി നിൽക്കുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഇനി നിങ്ങൾ ഇത് പറയുന്ന സമയത്താണ് സുഡാനിൽ 3 ലക്ഷം ആളുകളാണ് അവിടുത്തെ സിവിൽ വാറിലും ഈ അടുത്ത ദിവസം മരിച്ചത്. അതുപോലെ തന്നെ സൗദി അറേബ്യ ഹൂത്തിയെ ആക്രമിച്ച് 3 ലക്ഷത്തോളം കുട്ടികൾ തന്നെ മരിച്ചിട്ടുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ മറ്റ് ഇതര ഇസ്ലാമിക രാജ്യങ്ങളിൽ നടക്കുന്ന സിവിൽ വാറിൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട്. നൈജീരിയയിൽ ഓരോ ദിവസം ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്. അതുപോലെ ഈ പറയുന്ന ലോകത്തെല്ലാം ഇത്തരം ആക്രമണം നടക്കുന്നുണ്ട്. ഈ ആക്രമണങ്ങളെ ഒന്നും നിങ്ങൾക്ക് അപലപിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഹമാസിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ അതിൽ കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ്. നിങ്ങളുടെ ഈ വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയത്തിന്റെ ദുരന്തം കേരളത്തിൽ ഉടൻ തന്നെ നിങ്ങൾ അനുഭവിക്കും. അതിന്റെ കാരണം ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കഴിഞ്ഞ തൃശ്ശൂരിൽ തന്നെ അത് തെളിഞ്ഞു. ഇനി ബാക്കിയും കൂടെ വരാൻ പോവുകയാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കൊണ്ട് നിങ്ങൾ ഉപ്പിലിട്ട കലം പോലെ ഇന്ത്യയിൽ മുഴുവൻ എങ്ങനെയായോ ലോകത്ത് എങ്ങനെയായോ അങ്ങനെ തന്നെ ആയിത്തീരാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഈ വിളിച്ച മുദ്രാവാക്യം എന്ന് പറയുന്നത് ചെന്നുകൊള്ളുന്നത് മനുഷ്യന്റെ സമാധാനത്തിന് വേണ്ടി ജീവിക്കുന്ന, സമാധാനത്തിന് വേണ്ടി മുഴുവൻ ചിന്തിക്കുന്ന മനുഷ്യരുടെ ചങ്കത്താണ്. നിങ്ങൾ അസമാധാനത്തിന്റെ വിത്തുകൾ വിതറിക്കൊണ്ട് ലോകത്താകമാനം ഇസ്ലാമിക തീവ്രവാദം നടപ്പിലാക്കിക്കൊണ്ട് വെറുതെ നിൽക്കുന്നവനെ പിടിച്ചുകൊണ്ട് പോയി കഴുത്തറുത്ത് കൊല്ലുന്ന ഈ പാകിസ്ഥാനിൽ ഒരു അമേരിക്കൻ പത്രപ്രവർത്തകൻ ചെന്നപ്പോൾ അവന്റെ പേര് ഡാനിയൽ പേളെന്ന, അയാളുടെ കഴുത്തടക്കം കാരണം അയാളൊരു ജൂത സ്ത്രീയിൽ ജനിച്ചു. അയാളുടെ അപ്പൻ ജൂതനായിരുന്നുള്ള ഒറ്റ കാരണമുള്ളൂ. അമ്മ ജൂതയല്ല, അപ്പൻ ജൂതനായിരുന്നുള്ള ഒറ്റ കാരണമുള്ളൂ. അപ്പൊ അതുകൊണ്ട്
ഇത്തരത്തിൽ ജൂതനെ എവിടെ കണ്ടാലും കൊല്ലാൻ വേണ്ടി നടക്കുന്ന, ജൂതനെ എവിടെ കണ്ടാലും ആക്രമിക്കാൻ നടക്കുന്ന ക്രിസ്ത്യാനികളോടും അതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരോടും നിങ്ങൾക്കറിയോ ഈ പറഞ്ഞ ഹിന്ദുക്കളായിട്ടുള്ള ബഹുദൈവ വിശ്വാസികളെ നജസ്സുകളാണെന്നാണ് പറഞ്ഞത്. അവരെയൊക്കെ കൊന്നു തീർക്കണമെന്നാണ് ഖുറാൻ പറഞ്ഞേക്കുന്നത്. മനസ്സിലായോ? അപ്പൊ ഇത്തരം വരുന്ന ഒരു വേഴ്സ് ഐഡിയോളജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന, ലോകത്തെ മുഴുവൻ ഇസ്ലാമികമായി കീഴ്പ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്ന ഇത്തരം ഒരു ടെറിബിൾ ഐഡിയോളജി വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ ഹമാസിനെ പോലെയുള്ള ഈ ഹമാസ് ഇന്ത്യ ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെ ഈ കാശ്മീരിലെ ഒരു പണ്ഡിതനുമായി ഈ ഹമാസിന്റെ ലീഡർ പാകിസ്ഥാനിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യ ഉൾപ്പെടെയുള്ള മുഴുവൻ രാജ്യങ്ങളെയും ആക്രമിക്കാനും ഇസ്ലാമിക ഐഡിയോളജി നടപ്പിലാക്കാനും ഇസ്ലാമിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ, ശരീഅത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്തെ കീഴ്പ്പെടുത്താനും ശ്രമിക്കുന്ന ഈ ഹമാസിന് നിങ്ങൾ പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളുടെ ആരുടെ പക്ഷത്ത് നിൽക്കുന്നു, നിങ്ങളുടെ ഇടതുപക്ഷം എവിടെയാണ് എന്ന് നിങ്ങൾ ഭാവിയിൽ വിശദീകരിക്കേണ്ടി വരും. നിങ്ങൾ ഇടതുപക്ഷമല്ല, നിങ്ങൾ 4 വോട്ടിന് വേണ്ടി ലോകത്തെ ഏറ്റവും വലിയ റൈറ്റ് വിങ് ഐഡിയോളജി ആയിട്ടുള്ള ഇസ്ലാമിന്റെ കൂടെ നിൽക്കുന്നവരാണ്. നിങ്ങൾ വെറും ഇസ്ലാമിസ്റ്റുകളെക്കാൾ തരം താന്ന ആളുകളാണെന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതുകൊണ്ട് ഇതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ തരും. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കാട്ടിക്കൂട്ടിയിരിക്കുന്നത് ലോകത്തെ മറ്റു മുഴുവൻ മനുഷ്യരെയും എതിർ ദിശയിൽ നിർത്തിക്കൊണ്ട് ഇസ്ലാം എന്ന് പറഞ്ഞ രാഷ്ട്രീയ ഐഡിയോളജി ലോകത്തെ കീഴ്പ്പെടുത്താൻ വേണ്ടി മുമ്പോട്ട് വയ്ക്കുന്ന ആശയക്കാരായിട്ടുള്ള ഹമാസിനെയാണ് നിങ്ങൾ പിന്തുണച്ചിരിക്കുന്നത്. ഇത് ഇസ്രായേലിനെ വൈപ്പ് ഓഫ് ചെയ്യാൻ വേണ്ടി നടത്തുന്നവരാണ് അവർക്ക് മനുഷ്യത്വമില്ല. അവരുടെ സ്വന്തം നാട്ടിൽ ഇന്ന് ഇപ്പോൾ ഈ ഹമാസിനെതിരെ പ്രകടനം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഏത് പാലസ്തീൻകാരുടെ പാലസ്തീൻ എന്ന് പറഞ്ഞാൽ പാലസ്തീൻ അതോറിറ്റി ഒരിക്കലും ഈ പറയുന്ന ഹമാസിനെ പിന്തുണയ്ക്കുന്നില്ല. പാലസ്തീൻ അതോറിറ്റി നിൽക്കുന്നത് അവര് പീസ് അഗ്രിമെന്റ് ഇസ്രായേലിനോട് വെച്ച് അവർ സമാധാനപരമായി ഇപ്പോഴും നിൽക്കുകയാണ്. ആ ഹമാസ് ഭരിച്ച സ്ഥലത്ത് ഹമാസിനെതിരായി അവിടുത്തെ ജനങ്ങൾ ഹമാസിനോട് പുറത്തു പോകണമെന്ന് ആവശ്യപ്പെട്ടു, ഞങ്ങൾക്ക് സമാധാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തിയ കാലത്താണ് നിങ്ങൾ ഹമാസിന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലാണ്. ആ കേരളത്തിലെ ആളുകളുടെ വോട്ടിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇതിന് കാലം നിങ്ങൾക്ക് മറുപടി തരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ടോം ജോസ് നെയ്മ്പാട്.